വയനാട് വാഗേരിയിലെ പന്നി ഫാമിൽ 20ഓളം പന്നിക്കുഞ്ഞുങ്ങളെ കടുവ ആക്രമിച്ചു കൊന്നു. മൂടക്കൊല്ലിയിലെ കരിങ്കുളത്ത് ശ്രീനേഷിന്റെ പന്നി ഫാമിലാണ് ഈ ആക്രമണം ഉണ്ടായത്. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. രാവിലെ കൂട് കഴുകാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കൂടിന്റെ ഫ്രണ്ടിലാണ് പന്നീന്റെ തീറ്റയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ആന ചവിട്ടി നാശാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. അത് കഴിഞ്ഞിട്ട് കൂട് കഴുകാമെന്ന് വിചാരിച്ച് കൂടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കൂടിനുള്ളിൽ ഒരു 35 പന്നികൾ കിടന്ന ഒരു കൂടായിരുന്നു. അതിലൊരു പന്നി ചത്ത് കിടക്കുന്നുണ്ട്. ബാക്കി പന്നി കുഞ്ഞുങ്ങളെല്ലാം ഒരു മൂലക്കോട്ട് പേടിച്ചിട്ട് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കുമ്പം 19 പന്നികളുടെ കുറവുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് പോയി മരം വലിച്ച പാട് പോലെ ഇതിനെ വലിച്ചുകൊണ്ട് പോയ പാടുകൾ നമ്മൾ വലിച്ച് കാട്ടിലേക്ക് കയറ്റിയേക്കുന്ന കാടിൽ വരെ നമുക്ക് കാണാൻ പറ്റും. കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി നോക്കിയിട്ടില്ല. എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത്? ആര്യ, കാൽപ്പാടുകൾ നോക്കി കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പന്നിയെ കൊന്നു തിന്ന നിലയിലാണ് മറ്റ് പന്നിക്കുഞ്ഞുങ്ങളെ കൊന്നിട്ട രീതിയിലും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കടുവ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ വാഗേരി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതാണ്. ഒരു മാസം മുമ്പാണ് ഒരു ക്ഷീരകർഷകനെ കടുവ ആക്രമിച്ച് കൊന്നത്. ആ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ പന്നി ഫാം. അതുകൊണ്ട് തന്നെ ആളുകൾ ആശങ്കയിലായിട്ടുണ്ട്. കൂട് എത്രയും പെട്ടെന്ന് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. വനംവകുപ്പ് എന്തായാലും ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് കടുവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട് വെക്കുന്ന കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി കമൽ.